ഏറ്റവും പുതിയ CCTV ദൃശ്യങ്ങൾ. അയാൾ വീണ്ടും വേഷം മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ പ്രേക്ഷകർക്ക് കാണാം. ആ പരിസരത്തുള്ള ചില CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. കറുത്ത പാൻ്റാണ്, പക്ഷേ അയാൾ ഷർട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് അയാളത് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കണം. ഒന്ന് ഫ്രെയിം ചെയ്തതിന് ശേഷം കൊടുത്താൽ മതി. ഇയാളുടെ ഇടത് കൈപ്പത്തിയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അയാളാണ് എന്ന് സംശയിക്കുന്നൊരു ചിത്രമാണ്. അത് നമുക്ക് നിശ്ചയമില്ല. അതൊന്നുകൂടി സൂം ചെയ്ത് ഇയാളുടെ ഇടത് കൈപ്പത്തി ഇത് പോലീസ് വിട്ടതാണെങ്കിൽ മാത്രം നമ്മളിപ്പോൾ കൊടുക്കുക. താടിയുള്ള ഒരാളാണ്, ആൾറെഡി പൊക്കമുണ്ട്. പക്ഷേ ഇയാൾ ധരിച്ചിരിക്കുന്നത് വെളുത്ത വസ്ത്രമാണ്. നമുക്ക് ഒന്നുകൂടി അയാളുടെ ഇടത്തെ കൈപ്പത്തി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ദൃക്സാക്ഷികൾ പറഞ്ഞ ആളുടെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അയാൾ ചെരുപ്പിട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. കൈയും കൂടി ഒന്ന് നോക്കണം. ഒന്ന് നമുക്കിതൊന്ന് നോക്കേണ്ടതുണ്ട്. അയാൾ തലയിലൊരു തുണിസഞ്ചി പോലെ എന്തോ ഒന്ന് കരുതിയിട്ടുണ്ട് എന്നുള്ളതും പ്രേക്ഷകർക്ക് കാണാം. ഇയാൾ അതുവഴി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. താടിയുണ്ട് പ്രേക്ഷകർക്ക്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. 9:14 പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നു. സമയം 9:14, അധികമായിട്ടില്ല. 1 മണിക്കൂർ സമയമേ ആയിട്ടുള്ളൂ. ഇയാൾ ആ പരിസരത്ത് തന്നെയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അയാൾ നടന്നു വരുന്ന ദൃശ്യങ്ങളാണ്. ഇതാണ് ദൃശ്യങ്ങൾ, സ്റ്റിൽ ഇമേജ് ആണ്. അതിൽ അയാളുടെ കൈപ്പത്തി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അയാൾക്ക് ചെരുപ്പിട്ടിട്ടില്ല. അയാൾ കറുത്ത പാൻ്റാണ് എന്നുള്ളത് വ്യക്തമാണ്. അയാൾ ഉടുപ്പ് വളരെ ഷാബിയായിട്ട്, ആ വെളുത്ത ഉടുപ്പ് ചെറിയ കള്ളിയുള്ള ഉടുപ്പാണെന്ന് തോന്നുന്നു. തലയിലൊരു ചെറിയ തുണിസഞ്ചിയും ഒരു തുണിസഞ്ചിയും കരുതിയിട്ടുണ്ട്. അതാണ് അയാളുടെ ഇപ്പോഴത്തെ വേഷം. ഏറ്റവും പുതിയ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഇയാളെ ഇതേപോലെ കണ്ടതായിട്ട് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങളാണ്, കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള വിഷ്വൽസ്. ഇതാണ് ഏറ്റവും ഒടുവിൽ 1 മണിക്കൂർ മുമ്പ് ഗോവിന്ദച്ചാമിയെ കണ്ട സ്ഥലത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ചെക്ക് ഷർട്ടും ധരിച്ചാണ് ഗോവിന്ദച്ചാമി അതിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കറുത്ത പാൻറ്റും ചെക്ക് ഷർട്ടും ഇട്ടുകൊണ്ടാണ് ഗോവിന്ദച്ചാമി നീങ്ങുന്നത്. തലയിലൊരു ചെറിയ തുണിസഞ്ചിയും കാണാൻ സാധിക്കുന്നു. അതിൽ കൈപ്പത്തി ഒളിപ്പിച്ച നിലയിലാണ്, അത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നഗരമധ്യം വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അയാൾ അതിനുള്ളിൽ ഒരുപക്ഷെ മാറാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടാവാം. അവിടെ നിന്ന് ചാടുമ്പോഴുള്ള ഡ്രസ്സല്ല അയാൾ ഇട്ടിരിക്കുന്നത്. 15 വർഷത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങുകയാണ്. അയാൾ ഡെസ്പറേറ്റാണ്. അയാൾക്ക് ഈ വഴികളൊന്നും തന്നെ നിശ്ചയമുണ്ടാവില്ല. കണ്ണൂരിൽ പുറത്തിറങ്ങി ഏകദേശം 3-3.5 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട് അയാൾ. ആ പരിസരത്ത് അയാളുണ്ട്. 1 മണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ സമയം 10:24. CCTVയിൽ 9:14 രേഖപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രതിനിധി അർജുൻ കല്യാട് ഉണ്ടെങ്കിൽ ഈ റോഡും സ്ഥലവും അർജുൻ കല്യാടിന് നിശ്ചയമായിട്ടും അറിയാം. ഗോവിന്ദച്ചാമിക്ക് റോഡ് അറിയണമെന്നില്ല. അതുകൊണ്ട് ഇയാൾ ഇനി ഇവിടെ നിന്ന് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളുണ്ട്. മറ്റേതെങ്കിലും വാഹനത്തിൽ ഇയാളെ ഈ രൂപത്തിൽ കണ്ടാൽ ആളുകൾ ഒരുപക്ഷെ പെട്ടെന്ന് ഇത് ഗോവിന്ദച്ചാമിയാണെന്ന് തിരിച്ചറിയണമെന്നില്ല. പക്ഷേ ഈ വാർത്ത പുറത്തു വന്ന് ആളുകൾ അലേർട്ടായി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റേതെങ്കിലും വാഹനത്തിൽ ഇയാൾക്ക് ലിഫ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുമില്ല. ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് നിശ്ചയവുമില്ല. തളാപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. ഇത് ഗോവിന്ദച്ചാമിയാണ് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഇയാളുടെ ലെഫ്റ്റ് കൈ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നില്ല. അത് ആ സഞ്ചിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. കാരണം അയാൾക്കറിയാം അയാളുടെ ഐഡൻറ്റിറ്റി. ഇടത്തെ കൈയുടെ ഭാഗം അറ്റുപോയതാണ്, വിരലുകൾ അറ്റുപോയതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാളത് ഒളിപ്പിച്ച് ആണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. നമുക്ക് ഒന്ന് അർജുൻ കല്യാടിലേക്ക് പോകണം. അർജുൻ കല്യാട്, ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളുള്ള സ്ഥലം അത് തളാപ്പാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകാനുള്ള സാധ്യതയാണുള്ളത്? ഇയാളെ ഈ ബാഗുമായി ഇതേ രീതിയിൽ ഈ വാർത്ത വന്നതിനു ശേഷം ഒരാളും കയറ്റാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലാണോ ഇപ്പോൾ പരിശോധന? ഇപ്പോൾ അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം തളാപ്പാണ്. ആ തളാപ്പ് കൊടും കുറ്റവാളിക്ക് വേണ്ടിയിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തളാപ്പിലെ ദൃശ്യങ്ങൾ 9:14 CCTVയിൽ പതിഞ്ഞതാണ് ഇയാളുടെ ദൃശ്യങ്ങൾ.
ആ പരിസരത്ത് തന്നെയാണ്. അർജുൻ കല്യാട്, ഈ CCTV ദൃശ്യങ്ങൾ വന്ന സ്ഥലം അർജുൻ കല്യാടിന് അറിയാമല്ലോ. ഇത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന റോഡാണ്? അവിടെ നിന്ന് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകാൻ കഴിയുക? ദേശീയപാതയുടെ ഭാഗമാണോ ഇത്? അരുൺ, തീർച്ചയായിട്ടും ദേശീയപാതയോട് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ്. ഒരുപക്ഷെ അധിക ദൂരം നടന്നു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഭാഗത്തുകൂടെ നടന്നു പോയതായാണ് ചില സൂചനകൾ പോലീസിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും പരിശോധനയുമൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് ഇപ്പോൾ എന്തായാലും ഈ മേഖല തളാപ്പും ആ പരിസര പ്രദേശങ്ങളിലുമൊക്കെ നേരത്തെ ഒരാൾ കണ്ടിരുന്നു തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമായതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ പോലീസിന് അത്തരം ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ, ഒരു അന്വേഷണം ഒക്കെ പോലീസ് നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി, അതായത് ഈ തരത്തിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ആ തരത്തിൽ, അതായത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും ഊർജിതമായിട്ടുള്ള തിരച്ചിലുമൊക്കെ ഇപ്പോൾ പോലീസ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം തന്നെ വളരെ വിശദമായ രീതിയിൽ, വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു അന്വേഷണം പല മേഖലകൾ കേന്ദ്രീകരിച്ചു നടത്തുകയാണ്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ വിശദമായ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്.